ഉപക്രമവും ഉപസംഹാരവും. ഇന്ന് സഭയുടെ വിവിധ ഭാഗങ്ങളിൽ കൊന്ത നമസ്കാരത്തിന് വിവിധ തരത്തിലുള്ള ആമുഖങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ 70-ാം സങ്കീർത്തനത്തിലെ ആദ്യ വാക്കുകൾ കൊണ്ട് തുടങ്ങുന്ന പതിവുണ്ട്. ദൈവമേ, എന്നെ സഹായിക്കാൻ വരണമേ. കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. പ്രാർത്ഥിക്കുന്നവരിൽ അവരുടെ അപര്യാപ്തതയെക്കുറിച്ച് എളിയ അവബോധം വളർത്താനാണത്. മറ്റു ചില സ്ഥലങ്ങളിൽ കൊന്ത നമസ്കാരം വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടു തുടങ്ങുന്നു. വിശ്വാസ പ്രഖ്യാപനത്തെ തുടങ്ങാൻ പോകുന്ന ധ്യാനാത്മക യാത്രയുടെ അടിസ്ഥാനമാക്കാനാണത്. ഈ പതിവുകളും ഇതുപോലുള്ള മറ്റു പതിവുകളും മനസ്സിനെ ധ്യാനത്തിന് തയ്യാറെടുക്കുന്നിടത്തോളം ഒന്നുപോലെ ന്യായയുക്തമാണ്. കൊന്ത നമസ്കാരം അവസാനിപ്പിക്കുന്നത് മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്കായുള്ള ഒരു പ്രാർത്ഥനയോടെയാണ്. സഭയുടെ സകല ആവശ്യങ്ങളെയും ആശ്ലേഷിക്കാൻ പാകത്തിന് പ്രാർത്ഥിക്കുന്നവൻ്റെ കാഴ്ചപ്പാട് വികസിപ്പിക്കാൻ വേണ്ടിയാണത്. കൊന്ത നമസ്കാരത്തിൻ്റെ ഈ സഭാത്മക മാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് തക്ക മനോഭാവത്തോടെ കൊന്ത ചൊല്ലുന്നവർക്ക് ദണ്ഡവിമോചനം നൽകുന്നത് ഉചിതമാണെന്ന് സഭ കരുതിയത്. ഈ വിധത്തിൽ പ്രാർത്ഥിച്ചാൽ കൊന്ത നമസ്കാരം ഒരു യഥാർത്ഥ ആധ്യാത്മിക യാത്രയായിത്തീരും. അതിൽ മറിയം അമ്മയും അധ്യാപികയും മാർഗദർശകയുമായിരിക്കുന്നു. തൻ്റെ സുശക്തമായ മധ്യസ്ഥത വഴി അവൾ വിശ്വാസികളെ താങ്ങി നിർത്തുന്നു. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ, മറിയത്തിൻ്റെ മാതൃത്വത്തെ ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞു കഴിയുമ്പോൾ, രാജകന്യകെ എന്ന മനോഹരമായ ജപമോ ലുത്തിനിയയോ ചൊല്ലി കന്യകാമറിയത്തെ സ്തുതിക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. ക്രിസ്തുവിൻ്റെയും അവിടുത്തെ പരിശുദ്ധ അമ്മയുടെയും രഹസ്യങ്ങളുമായി സജീവമായ ബന്ധത്തിലേക്ക് വിശ്വാസികളെ എത്തിച്ച ഒരു ആന്തരിക യാത്രയുടെ മുടിച്ചൂടൽ നിമിഷമാണിത്.